കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ പരിപാടിയിൽ നിന്ന് ജാസി ഗിഫ്റ്റ് ഇറങ്ങിപ്പോകേണ്ടി വന്ന സംഭവം സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ്. വേദിയിൽ പാടുന്നതിനിടെ പ്രിൻസിപ്പൽ മൈക്ക് പിടിച്ചുവാങ്ങി അപമാനിച്ചതോടെയാണ് പ്രതിഷേധം രേഖപ്പെടുത്തി വേദി വിട്ടത്. ഒപ്പമെത്തിയ ആളെ പാടാൻ അനുവദിക്കില്ല എന്നായിരുന്നു പ്രിൻസിപ്പലിന്റെ നിലപാട്. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രിൻസിപ്പലിനെ ഉപരോധിക്കുകയും ചെയ്തു. സംഗീത ജീവിതത്തിലെ ആദ്യ മോശം അനുഭവമായിരുന്നുവെന്നാണ് ജാസി ഗിഫ്റ്റ് ഇതിനോട് പ്രതികരിച്ചത്. നമ്മളോടൊപ്പം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, വലിയ പ്രതിഷേധമാണ് കോളേജിൽ വിദ്യാർത്ഥികൾ ഉയർത്തിയതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിലും മറ്റ് ജാസി ഗിഫ്റ്റിന്റെ ആരാധിക്കുന്നവരായിട്ടുള്ള മലയാളി സമൂഹവും ഒക്കെ വലിയ പ്രതിഷേധം സോഷ്യൽ മീഡിയ വഴി രേഖപ്പെടുത്തുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നിരിക്കുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നാണ് കോളേജ് പറയുന്നത്, പ്രിൻസിപ്പൽ പറയുന്നത്? ധന്യ, വലിയ വിവാദങ്ങൾ ഇത് സംബന്ധിച്ച് ഉയരുന്ന ഒരു ഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് വലിയ സംഗീത ആസ്വാദകർ, അവർക്കൊപ്പം തന്നെ പൊതുസമൂഹവും തന്നെ ഇതിനെതിരെ ഒരു വിമർശനം ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു ഗായകനെ അപമാനിച്ച് വേദിയിൽ നിന്ന് ഇറക്കി വിട്ടു, അതും ഒരു കലാലയത്തിൽ ഇത് സംഭവിക്കുന്നു എന്നതെല്ലാം തന്നെ ഉയരുന്ന ആക്ഷേപങ്ങളാണ്. അപ്പോഴും കോളേജിന്റെ ഭാഗത്തുനിന്ന് എന്താണ് ഇവിടെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് തനിക്ക് ഈ രീതിയിൽ ഇടപെടേണ്ടി വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ ഇപ്പോൾ കോളേജിന്റെ പ്രിൻസിപ്പൽ കൂടിയായ ബിനുജ ജോസഫ് നമുക്കൊപ്പം തന്നെ ചേരുന്നുണ്ട്. ടീച്ചർ, എന്താണ് ഇത് സംബന്ധിച്ച ഒരു പ്രാഥമികമായ ഒരു വിശദീകരണം എന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത്? 2015 ഒരു ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. CET ആക്സിഡന്റ് കഴിഞ്ഞിട്ടുണ്ടായതാണ്. അതായത് കോളേജ് ക്യാമ്പസിന്റെ അകത്ത് എക്സ്റ്റേണൽ പെർഫോമൻസ്, മ്യൂസിക്കൽ ബാൻഡിന്റെ പെർഫോമൻസ്, പിന്നെ DJ പാട്ടുകൾ ഇതൊന്നും പാടില്ല എന്നുള്ളത്. ഈ ഓർഡർ കൂടുതൽ പബ്ലിസിറ്റി വന്നത് കുസാറ്റിലെ ആക്സിഡന്റ് കഴിഞ്ഞിട്ടാണ്. അത് കോർട്ടും കൂടെ കോട്ട് ചെയ്തേക്കുന്നതാണിത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കോളേജ് ഡേ ഫെബ്രുവരി 14 നമ്മൾ കോളേജ് ഡേ ഡിസൈഡ് ചെയ്തത്. അതിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് ജാസി ഗിഫ്റ്റ് സാറാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ കുട്ടികളാണ് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത്. സ്റ്റുഡന്റ് കൌൺസിൽ കൂടി ഞാൻ പറഞ്ഞതാണ്, അത് ജാസി ഗിഫ്റ്റ് സാറ് ഇനോഗ്രൽ ഫംഗ്ഷന്റെ കൂടെ മാത്രം പാടുക. സാറ് പാടൂന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു ഗായകനാകുമ്പോൾ പാടാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളൊരു കവിയെ വിളിച്ചു കഴിഞ്ഞാൽ കവിത ചൊല്ലും, അതൊന്നും ഒരു പ്രശ്നമില്ല. 5 പാട്ട് പാടുമെന്ന് പറഞ്ഞു, അതും പ്രശ്നമില്ല. പക്ഷെ സിംഗിൾ ആയിട്ടേ പാടാൻ പാടുള്ളൂ. കൂടെ പെർഫോമൻസ് ഉണ്ടാകാൻ പാടില്ല. ഒരാൾ പോലും കൂടെ നിന്ന് പാടാം. അങ്ങനെ ആകുമ്പോൾ അതൊരു ഔട്ട്സൈഡ് പെർഫോമൻസ് ആവും. കാരണം ലൈറ്റും സൗണ്ടും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ഒരു ഔട്ട്സൈഡ് പെർഫോമൻസ് ആകാൻ പാടില്ല. ചീഫ് ഗസ്റ്റ് പാടിക്കോ, അതൊരു കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇനോഗ്രൽ ഫംഗ്ഷന്റെ കൂടെ മാത്രമേ പാടുള്ളൂ. ഇനോഗ്രൽ ഫംഗ്ഷൻ വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സാറ് പോവുക. അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ പ്രോഗ്രാം മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാറിന്റെ കൂടെ ഒരാൾ പോലും, അതായത് കോളേജിലെ കുട്ടികളല്ലാതെ വേറെ ആരും പാടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനോഗ്രൽ ഫംഗ്ഷൻ കഴിഞ്ഞു. ഇനോഗ്രൽ ഫംഗ്ഷന് ഞാൻ പ്രസംഗിച്ചു, സാറ് പ്രസംഗിച്ചു, ഇനോഗ്രേറ്റ് ചെയ്തു. എന്റെ ക്യാബിനിലേക്ക് വന്ന് സാറിനെ ബഹുമാനത്തോടെ കൂട്ടിക്കൊണ്ടുപോയി ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോവാണ് ചെയ്തത്. വിസിറ്റേഴ്സ് ഡയറിയിലൊക്കെ എഴുതി സാറ്. ഇനോഗ്രൽ ഫംഗ്ഷന് ഞാനും ഉൾപ്പെടെ വേറെ അധ്യാപകരും ഒക്കെ പ്രസംഗിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴോട്ട് ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. സാർ ആദ്യത്തെ പാട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് ഒക്കെ സ്റ്റുഡൻസ് ആണ് ഓർഗനൈസ് ചെയ്തേക്കുന്നത്. സാറിനോട് 2 പേര് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും പുറത്തുനിന്ന് കൊണ്ടുവരുമോ ഒന്നും ചെയ്തിട്ടില്ല. സാറ് ജാസി ഗിഫ്റ്റ് സാർ ആദ്യം പാടിക്കഴിഞ്ഞിട്ട് 2ാമത്തെ പാട്ട് മുതൽ സാറിന്റെ കൂടെ വന്ന ആള് ഒരേപോലെ 2 പേരും നിന്ന് ആ പുള്ളി ഡാൻസും കളിച്ചാണ് പാട്ട് പാടുന്നത്. അങ്ങനെ അപ്പോഴേക്കും എനിക്ക് ടെൻഷനായി. അവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പോലീസും ഒക്കെ ഉണ്ട്. പോലീസുകാർ ഇത് എന്റെ റിസ്കിലാണ് നടക്കുന്നത്, നേരത്തെ പറഞ്ഞു, ഇത് അനുവദിക്കില്ല എന്ന് പറഞ്ഞേക്കുന്ന കാര്യമാണ്. എക്സ്റ്റേണൽ പെർഫോമൻസ് ഉണ്ട്, സമ്മതിക്കില്ല എന്ന് പറഞ്ഞേക്കുന്നതാണ്. അത് എന്റെ റിസ്കിലാണ്, എന്റെ മാനേജറിന്റെ റിസ്കിലേ നടക്കുകയുള്ളൂ. തലേദിവസമാണ് അവർ പറയുന്ന കുട്ടികൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നതാണല്ലോ എന്നോർത്ത് മാത്രം ഞാൻ സമ്മതിച്ചേക്കുന്നതാണ്. അത് 2ാമത്തെ പാട്ട് കഴിഞ്ഞപ്പം 3ാമത് ഇവർ 2 പേരും കൂടെ പാടാൻ തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും ഒരു ഹമ്മിങ് തുടങ്ങിയായിരുന്നു. പക്ഷെ സാറിനോട് മൈക്കൊന്ന് വേണമെന്ന് പറഞ്ഞു. മൈക്ക് മേടിച്ച്, അല്ല തട്ടിപ്പറിച്ചൊന്നും അല്ല, സാറ് തരുക. ആ വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, സാറ് മൈക്കിങ് തരുവാണ് ചെയ്തത്. ഞാൻ കുട്ടികളെ അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ് സിംഗിൾ പെർഫോമൻസേ സാറ് മാത്രം. ഞാൻ അതിൻ്റെ അകത്ത് വിഷ്വൽ കാണുമ്പോൾ അറിയാം ജാസി ഗിഫ്റ്റ് സാറേ എന്നാണ് ഞാൻ വിളിച്ചേക്കുന്നത്. സാറ് മാത്രമേ പാടുള്ളൂ എന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞു. പല പ്രാവശ്യം കുട്ടികളോട് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞേക്കുന്നതാണ്. അതിന്റെ സാക്ഷികളായിട്ട് ടീച്ചേഴ്സ് കമ്മിറ്റിയൊക്കെ ഉണ്ട്. അവരോടൊക്കെ കേൾക്കുകയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്.
അത് ഞാൻ പറഞ്ഞിരിക്കുന്നതാണ്. ഇവിടെ രണ്ടുപേര് ചേർന്ന് പാടാൻ പറ്റില്ല, സാറിന് മാത്രമേ പാടാൻ പറ്റുള്ളൂ. ഇത് ഇനോഗ്രൽ സെറമണിയുടെ ഭാഗമായിട്ട് സാറിന് മാത്രമേ പാടാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞേക്കുന്നതാണ്. കുട്ടികൾ അത് വയലേറ്റ് ചെയ്തു. കുട്ടികളോട് ഞാൻ പറഞ്ഞതാണ്, എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ കോളേജ് നിർത്തി വെക്കേണ്ടി വരും എന്ന് പറഞ്ഞേക്കുന്നതാണ്. കുട്ടികൾ സമ്മതിച്ചേക്കാണ്. ഇനി തുടരണമെങ്കിൽ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് സാറിനോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, സാർ തന്നെ പാടുന്നതാണ്, ഒരു കുഴപ്പവും ഇല്ല എനിക്ക്, സാർ തന്നെ പാടില്ല. അപ്പോൾ സാറ് പറഞ്ഞു, കുട്ടികൾ ഇതെന്നോട് കൺവേ ചെയ്തിട്ടില്ല, സാറ് പാടാൻ റെഡിയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ കൂടെ ആളുകൾ സാറ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല, സിംഗിളായിട്ട് പാടാനായിട്ട് സാറ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. രണ്ടുപേര് ചേർന്ന് പാടാനേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, സാറേ സാറ് തന്നെ പാടാനേ പറ്റുള്ളൂ, അതാണ് നിയമം, നിയമലംഘനം, നിയമത്തിനെതിരായിട്ട് എനിക്ക് ചെയ്യാൻ സമ്മതിക്കാൻ പറ്റില്ല, കാരണം ഇതൊരു ക്യാമ്പസാണ്, ക്യാമ്പസിൽ ഇതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞേക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുട്ടികളോടും പറഞ്ഞേക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ അറിയിച്ചിട്ടില്ല എന്നാണ് സാറ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ മൈക്കിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, ഇതാണ് നിയമം. ഒന്നുകൂടെ ബാക്കി കുട്ടികളൊക്കെ, നമ്മൾ ജനറൽ ആയിട്ട് കുറെ കുട്ടികളുണ്ടല്ലോ, എല്ലാവരോടും അറിയിക്കാണ്ട് നിയമം ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സാറിന് തന്നെ പാടാം എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. സാറിന് തന്നെ പാടുന്നതിന് ഒരു കുഴപ്പവും ഇല്ല, അങ്ങനെയാണ് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. സാർ അപ്പോഴേക്ക് സാറ് പോവാൻ, സാറിന് സിംഗിളായിട്ട് പാടാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കുട്ടികൾ ഇത് വൈറലാക്കിയപ്പോഴാണ് സാറിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സാറിനെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടേ ഇല്ല, ഇൻസൾട്ട് ചെയ്യപ്പെട്ടെന്ന് സാറിന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം അദ്ദേഹമായിട്ട് സംസാരിക്കാൻ ഇടവന്നോ? സാറുമായിട്ട് എനിക്ക് സാറിന്റെ നമ്പറും ഇല്ല, സാറുമായിട്ട് ഞാൻ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. സാറിന് ഒരു ആർട്ടിസ്റ്റായിട്ട് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഞാൻ സാറിന്റെ പാട്ടുകളൊക്കെ ഇഷ്ടംപോലെ കേട്ടു ആസ്വദിച്ചിട്ടുള്ള ഒരാൾ മാത്രമാണ്. സാറുമായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ വിളിച്ചിട്ടുമില്ല, ഒന്നുമില്ല. സാർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം വന്നു. സാറ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ലൈവായിട്ട് ഞാൻ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അതെനിക്കൊരു വിഷമം ഉണ്ടാക്കി. സാറിന് വിഷമം ഉണ്ടെങ്കിൽ ഒരു കലാകാരനാണല്ലോ, അത് തീർച്ചയായിട്ടും എനിക്ക് റിഗ്രറ്റ് ഉണ്ട്. ഇതിലിപ്പോ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധം എല്ലാം തന്നെ ഉണ്ടായല്ലോ. മുഴുവൻ കുട്ടികളും ഈ ഒരു തീരുമാനത്തെ എതിർത്തുകൊണ്ട് ഇപ്പോഴും ആ രീതിയിൽ തുടരുന്നുണ്ടോ? ഏതെങ്കിലും പ്രതിഷേധങ്ങളൊക്കെ തുടരുന്നുണ്ടോ? അന്ന് തന്നെ പിള്ളേർ അപ്പം തന്നെ സമരം, ഇവിടെ കോളേജ് ക്യാമ്പസിൽ പൊളിറ്റിക്സ് ഇല്ലാത്തതാണ്, പക്ഷെ പിള്ളേരെല്ലാം കൂടെ, എല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല, കുറെ പേര് വീട്ടിൽ പോയി, കുറച്ച് പേര് ചേർന്ന് സംഘടിച്ച്, ഇതിന്റെ കമ്മിറ്റിയിൽ കുറച്ച് നേതാക്കളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം ചേർന്ന് കുറച്ചുപേര് സംഘടിച്ച് സമരം ഉണ്ടായിരുന്നു. പിന്നെ പോലീസിനെ വിളിച്ചു ഞാൻ ക്ലിയർ ഒന്നും ചെയ്തില്ല. കുട്ടികൾക്കെതിരെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, നമ്മളൊരു കോംപ്രമൈസിലേക്ക് എത്തി. ഇന്നലെ കോളേജ് ഡേ ഭംഗിയായിട്ട് കുട്ടികളുടെ പ്രോഗ്രാം മാത്രമായിട്ട് 2 മണിക്ക് നടത്തി തീർത്തു. കോളേജ് മാനേജ്മെന്റ് ഏതെങ്കിലും രീതിയിലൊരു വിശദീകരണം അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? കോളേജ് മാനേജ്മെന്റ് ഫുൾ സപ്പോർട്ടാണ്. ഞാൻ നിയമപരമായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിയമനിഷേധം കണ്ടപ്പോൾ ഞാനൊന്ന് പ്രതികരിച്ചു, അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ജാസി ഗിഫ്റ്റ് സാറിനെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല, ബഹുമാനിക്കുന്നു. ധന്യ, ഇതാണ് പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം എന്ന രീതിയിൽ വരുന്നത്. അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലൊരു മാനസിക ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു ഇൻസൾട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, അപമാനിച്ച് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന പ്രിൻസിപ്പൽ. ഇല്ല ഡാനി, ഒരു കാര്യം കൂടെ ചോദിക്കാമോ പ്രിൻസിപ്പലിനോട്? ഇത് ഒരു കലാകാരനെ സംബന്ധിച്ച് നേരത്തെ ശ്രീ ജാസി ഗിഫ്റ്റ് പറഞ്ഞതുപോലെ ഒരു കലാകാരനെ സംബന്ധിച്ച് സ്റ്റേജിൽ നിന്ന് അത് എന്ത് കാരണം കൊണ്ടോ ആയിക്കോട്ടെ ഇറക്കി വിടുക, ഇപ്പം അദ്ദേഹത്തോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളത് നേരത്തെ പ്രിൻസിപ്പൽ തന്നെ പറഞ്ഞു. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിലൊരു ശരികേടില്ലേ? ഇതിപ്പോ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ, ഇപ്പം യേശുദാസോ ചിത്രയോ എം ജയചന്ദ്രനോ പോലെയുള്ള കലാകാരന്മാർ, സംഗീതജ്ഞർ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു? അങ്ങനെ കയറി ചെന്ന് പറയാനുള്ള ഒരു ജാസി ഗിഫ്റ്റ് ആയതുകൊണ്ട് മാത്രം സംഭവിച്ച ഒരു കാര്യമായിട്ട് പൊതുവെ ആളുകൾ പറയുന്നുണ്ട്. അതുകൂടി ഒന്ന് ചോദിക്കാമോ? ധന്യ, ഇക്കാര്യത്തില് ഒരു പൊതുവിൽ ഉയരുന്ന ഒരു വിമർശനം, സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയരുന്ന ഒരു വിമർശനം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ടീച്ചറിന്റെ. കാരണം ഇത് ജാസി ഗിഫ്റ്റിനെ അപമാനിച്ചു, അതായത് ജാസി ഗിഫ്റ്റ് ആയതുകൊണ്ട് അപമാനിക്കാൻ ധൈര്യം കാണിച്ചു. കുറെ കൂടി മുതിർന്ന പേരുകൾ അല്ലെങ്കിൽ ഈ രംഗത്ത് തുടരുന്ന വലിയ ഗായകർ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അത്രത്തോളം ധൈര്യത്തോടുകൂടി ചെന്ന് അവിടെ ഇടപെടുമായിരുന്നില്ല എന്നതടക്കമുള്ളൊരു വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഒരുപക്ഷെ ടീച്ചറും ശ്രദ്ധിച്ചു കാണും അത്തരം കാര്യങ്ങളിൽ. അത് അങ്ങനെയാണോ ടീച്ചറിന്റെ ഒരു സമീപനം അക്കാര്യത്തിൽ? എന്താണ്, നിയമം നടപ്പാക്കുക മാത്രമാണോ, അത് കുറച്ചുകൂടി മുതിർന്ന ഗായകരാണെങ്കിൽ ഈ രീതിയിൽ ഇടപെടാനായിട്ട് ധൈര്യം കാണിക്കില്ല എന്നാണ് പറയുന്നത്? ജാസി ഗിഫ്റ്റ് സാറ് ഞാൻ മുതിർന്ന ഗായകനായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഞാൻ അവിടെ നിയമപരമായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സാറ്
പ്രസിദ്ധനായ ഒരു സെലിബ്രിറ്റി തന്നെയാണ്, വലിയൊരു ഗായകനാണ്. അങ്ങനെ മാത്രം ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അത് കമ്പാരിസൺ ഒന്നും അവിടെ ഇല്ലല്ലോ. ഞാൻ നിയമപരമായിട്ട് ചെയ്തു എന്ന് മാത്രമേ. പേരിൽ അവിടെ ഒരു പ്രസക്തിയില്ല. ഇല്ല, സാറ് ജാസി ഗിഫ്റ്റ് സാർ എത്ര കാലമായിട്ട് ഇവിടെ ഉള്ള ആളാണ്. എത്രയോ കാലം നമ്മൾ ആ പാട്ടുകളൊക്കെ ആസ്വദിച്ചേക്കുന്നതാണ്. അല്ല, സാറ് ഒരു വലിയ സെലിബ്രിറ്റി അല്ലേ. എല്ലാവരും ഇല്ലില്ല, അങ്ങനെ ഞാൻ എന്നുവെച്ചാൽ ഞാൻ എന്റെ സ്റ്റാൻഡ് കറക്റ്റാണ്. ആരാണേലും എന്റെ സ്റ്റാൻഡ് കറക്റ്റാണ്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ധന്യ, ഇതിൽ വിശദീകരണം വളരെ കൃത്യമാണ്. കാരണം ആരായിരുന്നാലും താൻ അത് തന്നെ പറയുമായിരുന്നു എന്ന് തന്നെ ടീച്ചറോട് പറയുന്നു. തനിക്ക് അതിന് തുടക്കം മുതൽ തന്നെ ഇത് സംബന്ധിയായ കാര്യങ്ങൾ കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളതായിരുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഡാനി. അതായത് ഇവിടെ കുട്ടികളെ നിയന്ത്രിക്കേണ്ടത് ഇപ്പൊ കുസാറ്റിലെ സംഭവം വെച്ചുകൊണ്ടൊക്കെ ആണല്ലോ ഇത്തരത്തിലൊരു നിയമമുണ്ട് എന്ന് അധ്യാപിക പറയുന്നത്. അപ്പം കുട്ടികളെ നിയന്ത്രിക്കേണ്ടത് ആര് എന്നുള്ള ഒരു കാര്യമുണ്ട്. മറ്റൊന്ന്, പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ സംഘാടന സമിതിയിൽ ഇപ്പൊ കുട്ടികളാണ് അത് ഓർഗനൈസ് ചെയ്തത് എന്ന് പറയുന്നു, അവർ സംഘടിപ്പിച്ച ഒരു കാര്യമാണ് എന്ന് പറയുന്നു. അതിൽ അധ്യാപകർക്കുള്ള പങ്ക്. ജാസി ഗിഫ്റ്റ് 2 പേരെ കൂടെ നിർത്തി പാടിച്ചതുകൊണ്ട് മാത്രം അവിടെ എന്ത് സംഭവിക്കാൻ പോകുന്നു? അപ്പൊ കുട്ടികളിലേക്ക് ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യം തീർത്തും ഫൗളില്ലേ? കാരണം അവരുടെ മുമ്പിൽ വെച്ച് ഇത്ര വലിയൊരു സംഗീതജ്ഞനെ ഇല്ലെങ്കിൽ ഇത്ര വലിയൊരു പാട്ടുകാരനെ അപമാനിക്കുക എന്നുള്ളൊരു പാഠം കൂടിയല്ലേ കുട്ടികൾക്ക് മുമ്പിലേക്ക് വെച്ചത്? അത് അങ്ങനെയായിരുന്നു ഡീൽ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. തീർച്ചയായും തന്നെ ഇതിൽ മറ്റൊരു ചോദ്യം വരുന്നത്, ഈ രീതിയിൽ ഒരു പൊതുവേദിയിൽ വെച്ച് ഇത്തരമൊരു കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാവുന്നുണ്ട് പൊതുവിൽ തന്നെ. പരസ്യമായി സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ജാസി ഗിഫ്റ്റ് ഒരു മുതിർന്ന ഗായകനായിട്ട് തന്നെ കാണുമ്പോൾ അദ്ദേഹത്തെ ഈ പരസ്യമായി വേദിയിൽ വെച്ച് തന്നെ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ പറയേണ്ടതുണ്ടോ എന്നതാണ്. പാട്ടുകൾ 1 ആഫ്റ്റർ 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊരു ഗ്യാപ്പൊന്നുമില്ല. നമുക്ക് അങ്ങനെ കുട്ടികളെയും കൂടെ അറിയിക്കാനുണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, കുട്ടികളും അറിയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മൈക്കിൽ കൂടെ തന്നെ പറഞ്ഞത്. ഞാൻ കുട്ടികളെയാണ് കൂടുതൽ അഭിസംബോധന ചെയ്ത്. സാർ എന്റെ കൂടെ ഉണ്ടാവും തന്നെ ഓർത്ത്. നിയമലംഘനമാണ് നടക്കുന്നതെന്ന് സാറിന് അറിയത്തില്ലെങ്കിൽ സാർ അറിയണമല്ലോ എന്നോർത്തും കൂടെയാണ് അങ്ങനെ പറഞ്ഞത്. എനിക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. ഞാൻ കുട്ടികളെ വെയിറ്റ് ചെയ്തു. കുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ കുട്ടികളെ വിടാം എന്നുള്ള ഇതിൽ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ കുട്ടികളെ അവിടെ കാണാനില്ലായിരുന്നു. അടുത്ത പാട്ടും കൂടെ കണ്ടിന്യൂ തുടങ്ങാൻ പോവാണല്ലോ എന്നുള്ള ഇനിയൊരു നമുക്കൊരു പറയാൻ പറ്റില്ല. എന്തേലും ഒരു അനിഷ്ട സംഭവം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ശരിക്കും ഒരു നിയമലംഘനം തന്നെ ആവുമല്ലോ എന്നോർത്ത് ഞാൻ അപ്പം തന്നെ കയറി പറഞ്ഞത്. ഞാൻ വളരെ ഞാൻ പറഞ്ഞ ഒരു ആരെയും ഇൻസൾട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചോ സാറിനോട് ചോദിച്ചു തന്നെയാണ് ഞാൻ മൈക്ക് വാങ്ങിച്ചതും സാറും തന്നെയാണ് അഭിസംബോധന ചെയ്തത്. ഇതിൽ നമുക്ക് മുന്നിലുള്ളത് ഈ കുസാറ്റ് പോലുള്ള സംഭവങ്ങളാണ് എന്റെ മനസ്സിലുള്ള. ഈ ഓഡിറ്റോറിയം എന്ന് പറയുന്നതും അത്ര മോളിത്തേക്ക് അവർ അടച്ചിരുന്നു, ലൈറ്റൊക്കെ കയറാതെ അടയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു, ബ്ലാക്കും ചെയ്തിരുന്നു വിൻഡോസ് ഒക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. നമ്മൾ ഷട്ടർ പകുതി പൊക്കിയിടണമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ അത് മുഴുവൻ താഴ്ത്തുകയും ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ ഒരു പെർഫോമൻസ് വരുമ്പോൾ ഒരു എക്സ്റ്റേണൽ പെർഫോമൻസ് കോളേജിൽ നടന്നു. അന്നേരം ഒരു അനിഷ്ട സംഭവം കാര്യം കൂടെ ചോദിക്കാമോ? അതായത് പാട്ട് തുടങ്ങി 3ാമത്തെ പാട്ടിലാണ് പ്രിൻസിപ്പൽ കയറുന്നതും മൈക്ക് വാങ്ങുന്നതും. അതിനു മുൻപ് പറയാമായിരുന്നു ജാസി ഗിഫ്റ്റ് ഉദ്ഘാടന സമയത്ത് അവിടെയുണ്ട്, അതിനു മുൻപ് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം, കുട്ടികൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് ധരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇത്രയധികം ഈ റൂൾസ് ഈ നിയമങ്ങൾ പാലിക്കുന്ന അധ്യാപികയാണ്, പ്രിൻസിപ്പൽ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനു മുൻപ് ജാസി ഗിഫ്റ്റുമായിട്ട് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താമായിരുന്നു. ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ നിയമമുണ്ട്, അതനുസരിച്ചേ പോകാൻ സാധിക്കൂ എന്നുള്ളത് കൃത്യമായിട്ട് പറയാമായിരുന്നില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കാമോ? ഈ കാര്യത്തിൽ ഒരു വീണ്ടും ചോദ്യം വരുന്നത്, ഈ കാര്യങ്ങൾ ജാസി ഗിഫ്റ്റിനെ ഇവിടേക്ക് വേദിയിലേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻസ് നടന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു 3ാമത്തെ ഒരു പാട്ടിലേക്കാണല്ലോ ഇതെല്ലാം എത്തുന്നത്. അപ്പോൾ തുടക്കത്തിൽ അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു നിയമമുണ്ട്, അല്ലെങ്കിൽ ഈ രീതിയിൽ ആണ് ആ കാര്യങ്ങൾ ഇവിടെ നടക്കേണ്ടത് എന്ന് അദ്ദേഹത്തോട് ഏതെങ്കിലും മുന്നേ പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നു? കുട്ടികൾ അത് പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത്. കുട്ടികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുട്ടികളോട് പല പ്രാവശ്യം ചോദിച്ചു, പറഞ്ഞോ, സമ്മതിച്ചതാണ്. അത് ജാസി ഗിഫ്റ്റ് സാർ സമ്മതിച്ചു എന്നാണ് കുട്ടികൾ എന്നോട് പറഞ്ഞത്. സാറ് മാത്രമേ പാടുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എനിക്ക് സംശയത്തിന്റെ ആവശ്യമില്ല. വലിയൊരു സന്നാഹമായിട്ടൊന്നും അല്ല സാറ് വന്നേക്കുന്നത്. സാറിനൂടെ 2 പേരുണ്ട്, മാനേജ്മെന്റ്, സാറിന്റെ മാനേജറും അങ്ങനെയൊക്കെ അന്നാണ് ഞാൻ ഓർത്തത്. വേറെ സാറ് ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെയൊന്നും കൊണ്ടുവന്നിട്ടുമില്ല. അപ്പൊ നമുക്ക് അങ്ങനെ വിചാരിക്കേണ്ട ഒരു കാര്യവുമില്ല.
ശരി, നന്ദി ഡാനി. നമ്മളോടൊപ്പം അതിഥികൾ കൂടി ചേരുന്നുണ്ട്. ഗായിക രാജലക്ഷ്മി ചേരുന്നു. രാജലക്ഷ്മി, ഇതൊരു ദുരനുഭവം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു കലാകാരനെ, ഒരു ഗായകനെ സംബന്ധിച്ച് സ്റ്റേജിൽ കയറി വന്ന് മൈക്ക് വാങ്ങുക, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു ദുരനുഭവമാണ്. അത് അത്രയും സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അത് മറ്റെവിടെയും നമ്മൾ, ഇല്ലെങ്കിൽ ഏതൊരു ഗായകനിൽ നിന്നോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നോ ഒന്നും കേൾക്കാത്ത ഒരു തരം കാര്യമാണ് ഉണ്ടായത്. അത് ജാസി ഗിഫ്റ്റിന് നേരെ ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ ഈ പ്രശ്നത്തെ ഇല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ കാണുന്നത്? വളരെ വളരെ നിർഭാഗ്യകരമായി പോയി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ വീഡിയോ കണ്ടപ്പോ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മാഡം അങ്ങനെ വന്ന് ആ മൈക്ക് എടുത്തത്. അത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഇങ്ങനെ കോളേജസിലും സ്കൂളിലൊക്കെ പാടാൻ ഇങ്ങനെ ഇനോഗ്രേഷനും ഒക്കെ പരിപാടികൾക്ക് പോകുന്നതാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും, എന്ത് തന്നെ എമർജൻസി ആയിക്കോട്ടെ, എന്ത് കാര്യമുണ്ടെങ്കിലും ഒരു പാട്ട് കഴിഞ്ഞ് അദ്ദേഹം സ്റ്റേജിന്റെ ബാക്കിലേക്കോ അല്ലെങ്കിൽ ആ ഗ്യാപ്പിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഒന്നാമതായിട്ട് എല്ലാ കാര്യവും വരുന്ന ആർട്ടിസ്റ്റായിട്ട് കുട്ടികളും മാനേജ്മെന്റും അത് നമ്മൾക്കറിയില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. തുടരാമോ? ശ്രീ ജാസി ഗിഫ്റ്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജാസി ഗിഫ്റ്റ്, ക്ഷമ ചോദിക്കുന്നു ആദ്യമേ. ഇത്തരത്തിലൊരു അനുഭവം ഇവിടെ ഒന്നും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. നമ്മുടെ കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ വെച്ച് ഇത്തരത്തിൽ താങ്കളുടെ തന്നെ സംഗീത ജീവിതത്തിൽ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത്തരം അനുഭവം ഉണ്ടായിട്ടില്ല. ഇത് അവസാനത്തേതാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കട്ടെ, എങ്ങനെയാണ് താങ്കൾക്ക് ആ സംഭവം തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കും പ്രിൻസിപ്പൽ അങ്ങനെ പെരുമാറിയത്? അത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ പെർഫോമൻസിന്റെ ഇടയിൽ വന്ന് ഡിസ്റ്റർബ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് പ്രധാന കാര്യം. ഒരു കോളേജ് ആകുമ്പോൾ നമുക്കറിയാം ഒരു സെറ്റ് ഓഫ് റൂൾസ് കാണും. പക്ഷെ ഇത് പറയേണ്ട ഒരു രീതി ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്ത രീതി നന്നായില്ല എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് നിന്നുള്ളത്. പക്ഷെ ഇത് കണ്ടുകൊണ്ട് ഇത് അതിനുശേഷം ഒരു 1000-1500 കുട്ടികൾ കാണുകയാണെങ്കിൽ ഇത് ഭയങ്കര വൈഡായിട്ട് നമുക്ക് ഒരു ഇൻസൾട്ടിങ് ആയിട്ട് തോന്നില്ല. അപ്പൊ അങ്ങനെ നമുക്കത് പെട്ടെന്ന് ആക്ച്വലി ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഓൺ സ്പോട്ട് മനസ്സിലായില്ല. പെട്ടെന്ന് മൈക്ക് വേറൊരാളുടെ കയ്യിൽ പോയപ്പോഴത്തേക്കാണ് ആക്ച്വലി സംഭവം ഇങ്ങനെയാണ് എന്താണ്. പിന്നെ ഡെഫിനിഷൻ പറഞ്ഞതില് ഞങ്ങളുടെ കൂടെ ഒരു കോ സിംഗർ സൈഡിൽ നിന്ന് പാടണം, അല്ലെങ്കിൽ അദ്ദേഹമാണ് പാടിയെന്നൊക്കെ ഉള്ള കുറച്ച് വരികൾ ഞാൻ കേട്ടായിരുന്നു. അത് ആക്ച്വലി ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു റീസൺ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം ഞങ്ങൾ എപ്പോഴും ബാൻഡായിട്ട് പോകുമ്പോഴും ഞങ്ങളുടെ പിന്നാമ്പുറത്തെ ആള് കാണും. പക്ഷെ ഇവിടെ ഒരു തെറ്റിദ്ധാരണ കൂടി ഉണ്ടായെന്നാണ് നേരത്തെ പ്രിൻസിപ്പലിനോട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ ലൈനിലുണ്ട്, താങ്കളെ കേൾക്കാം. അപ്പൊ പറഞ്ഞത് നേരത്തെ ഇവിടെ ജാസി ഗിഫ്റ്റ് മാത്രമേ പാടൂ എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം അറേഞ്ച് ചെയ്തത്. ഇവിടെ നേരത്തെ കുസാറ്റിലെ സംഭവമൊക്കെ അറിയാലോ, വലിയ ഒന്നും തള്ളും ഉണ്ടാകാൻ പാടില്ല, കോളേജിൽ അങ്ങനെ ഒരു പരിപാടി നടത്താൻ പാടില്ല എന്ന് നിയമമുണ്ട്. ആ നിയമത്തിലാണെന്നാണ്. അപ്പോഴും ഞാൻ പ്രിൻസിപ്പലിനോട് ചോദിച്ചു, എങ്കിൽ ഇത് നേരത്തെ പറയാമായിരുന്നു, പരിപാടിക്ക് മുമ്പ് ഒരു പാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറയേണ്ട കാര്യമില്ലായിരുന്നു, അതാണ് ഇൻസൾട്ട് ചെയ്തു എന്ന് തോന്നലുണ്ടാക്കിയത് എന്ന്. താങ്കൾക്ക് അത് നേരിട്ട് പ്രിൻസിപ്പലിനോട് സംസാരിക്കാം. അദ്ദേഹം ലൈനിലുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പ്രിൻസിപ്പലിന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ജാസി ഗിഫ്റ്റിനോട്? പ്രിൻസിപ്പൽ കേൾക്കാമോ? ഓക്കെ, ഞാൻ സംസാരിക്കാം. ഇതാണ് കേൾക്കാം. എന്നെ കേൾക്കാവോ? കേൾക്കാം. ഇതാണ് സംഭവിച്ചത്. ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളാണ് എല്ലാം അറേഞ്ച് ചെയ്ത്, നമ്മൾ തമ്മിൽ നേരെ സംസാരിച്ചിട്ടില്ല. അപ്പൊ കുട്ടികളോട് ഞാൻ പറഞ്ഞിരുന്നു, കുസാറ്റിന്റെ സംഭവത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട്, എക്സ്റ്റേണൽ മ്യൂസിക് പെർഫോമൻസ് പാടില്ല, ഇനോഗ്രൽ ഫംഗ്ഷന്റെ ഭാഗമായിട്ട് സാറ് വന്ന് 5 പാട്ട് പാടും. അത് ഞാൻ സമ്മതിച്ചു. സാറിന്റെ കൂടെ ആരും പാടാൻ പാടില്ല, കോ സിംഗർ ഉണ്ടാകാൻ പാടില്ല, ഒരു പെർഫോമൻസ് ആകാൻ പാടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു, എക്സ്റ്റേണൽ പെർഫോമൻസ് ആകാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കുട്ടികൾ അത് സമ്മതിച്ചു, സാറിനോട് കൺവേ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. സാറ് മാത്രമേ പാടുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചാണ് തലേദിവസം തന്നെ പോലീസൊക്കെ ഇത് പറ്റില്ല, ഈ പരിപാടികൾ ഇങ്ങനെ ഒരു പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞാണ്. എന്റെ റിസ്കിലാണ് അതവിടെ നടക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ടീച്ചറാണ് ഉത്തരവാദി, ടീച്ചറും മാനേജറുമാണ് ഉത്തരവാദി എന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെ ഉറപ്പിലാണ് ഞാൻ ഈ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുട്ടികൾ സാറിനോട് കൺവേ ചെയ്തിരിക്കും എന്നാണ് ഞാൻ വിശ്വസിച്ചത്. അപ്പോൾ രണ്ടാമത്തെ പാട്ടാണ് സാർ കോ സിംഗറിന്റെ കൂടെ പാടിയത്.
മൂന്നാമത്തെ പാട്ടും സാർ രണ്ടുപേരും കൂടെ തുടങ്ങുന്നത് കണ്ടപ്പോഴാണ് ഞാൻ സ്റ്റേജിലേക്ക് കയറിയത്. ഞാൻ കുട്ടികളെ നോക്കി, കുട്ടികളെ കണ്ടില്ല സാറിനോടത് കൺവേ ചെയ്യാനായിട്ട്. കുട്ടികൾ അപ്പോഴേക്കും ഇപ്പുറത്തോട്ടൊക്കെ പോയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരെ വന്ന് കുട്ടികളും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈക്കെടുത്ത്. കുട്ടികൾ എന്നോടുള്ള പ്രോമിസ് ലംഘിച്ചു. മൈക്ക് സാറിനോട് ചോദിച്ചു വാങ്ങിക്കാതെ സാർ എനിക്ക് തരുവാണ് ചെയ്തത്. അന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ്, സാറിന് തന്നെയാണെ പാടാൻ സാധിക്കും, പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം ആലോചിക്കാമെന്ന് പറഞ്ഞു. കാരണം കുട്ടികൾ അത് പ്രോമിസ് ലംഘിച്ചു. ഞാൻ പറഞ്ഞിരുന്നു, എന്തെങ്കിലും അങ്ങനെ വയലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് അവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസും എല്ലാവരും ഉണ്ട് അവിടെ. അതങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് എനിക്കാണ് പ്രശ്നം വരുന്നത്, കോളേജിനാണ് പ്രശ്നം വരുന്നത്. അത് പോലീസ് ഭയങ്കര വിജിലന്റ് ആണ്. ഇപ്പൊ കുസാറ്റിലെ സംഭവം കഴിഞ്ഞപ്പോൾ ഈ ഓർഡർ നേരത്തെ ഉള്ള 2015 മുതലുള്ള ഓർഡറാണ്. കുസാറ്റിലെ സംഭവം കഴിഞ്ഞിട്ടാണ് ഇത് ഭയങ്കര പ്രാബല്യത്തിലേക്ക് വന്ന് പോലീസ് സ്ട്രിക്റ്റ് ആയേക്കുന്നത്, കർക്കശമായേക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ അവിടെ വന്ന് പറഞ്ഞത്. ഞാൻ എന്നിട്ട് സാറിനോട് സംസാരിച്ചു. സാറ് പറഞ്ഞു, കുട്ടികൾ ഇത് കൺവേ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, സിംഗിളായിട്ട് പാടാനായിട്ട് ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത്, സാറിന് സിംഗിളായിട്ട് പാടാം, അതിനൊരു കുഴപ്പമില്ല, ഇങ്ങനെ പാടാൻ എനിക്ക് അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറഞ്ഞ. കോളേജിലെ പ്രിൻസിപ്പൾ എന്ന നിലയിൽ ഞാൻ റെസ്പോൺസിബിൾ ആണ്. ഞാൻ എന്നിട്ട് മൈക്കിന്റെ മുന്നിൽ വെച്ച് ഒന്നുകൂടെ അവിടെ സംസാരിച്ചു. കുട്ടികളോടായിട്ട് സാറിനോടായിട്ടും ഞാൻ സംസാരിച്ചു. സിംഗിൾ ആയിട്ടാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഞാൻ സംസാരിക്കുകയും ചെയ്തു. സാറിന് ഞാൻ ഇൻസൾട്ട് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ഞാൻ സാറിനെ ബഹുമാനിക്കുന്ന ആളാണ്. സാറിന്റെ പാട്ടുകളൊക്കെ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുള്ള ആളാണ്. അത് അങ്ങനെ ഒരു ഉദ്ദേശമേ എനിക്കില്ലായിരുന്നു. ഞാൻ ശരിക്കും ഷോക്ക്ഡ് ആയിപ്പോയി. കുട്ടികൾ അങ്ങനെ എന്റെ വാക്കുകൾ അതുപോലെ ലംഘിച്ചല്ലോ എന്നോർത്ത് ഞാൻ ഷോക്ക്ഡ് ആയിപ്പോയി. അത് എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല. ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ രണ്ടുപേരുള്ള പാട്ടുകളാണല്ലോ കണ്ടിന്യൂ ചെയ്യുന്നത്. അതെനിക്ക് അനുവദിക്കാൻ നിയമം എന്നെ അനുവദിക്കുന്നില്ല അത് അനുവദിക്കാനായിട്ട്. അതുകൊണ്ടാണ് എനിക്ക് സ്റ്റേജിൽ കയറേണ്ടി വന്നതും അങ്ങനെ പറയേണ്ടി വന്നതും. സാറിനെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ സാറിന് ഇൻസൾട്ടിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. സാറിനെ അതിനെ അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ശ്രീ ജാസി ഗിഫ്റ്റ്, ഇതാണ് സംഭവിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോഴും ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഇത് കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ മാഡത്തിനോട് ചോദിച്ചിരുന്നു. അവിടെ അങ്ങനൊരു വേദിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം വന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ മറ്റൊരു ഗായകനോ ഗായികയോ ആയിരുന്നെങ്കിൽ, ജാസി ഗിഫ്റ്റ് അല്ല, ജാസി ഗിഫ്റ്റിന്റെ മര്യാദയെക്കുറിച്ചും ജാസി ഗിഫ്റ്റിന്റെ പെരുമാറ്റത്തെക്കുറിച്ചും ഇത്രയധികം അപമാനിക്കപ്പെട്ടു എന്ന തോന്നലുണ്ടായപ്പോഴുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും നമ്മൾ കാണുന്നതാണ്. അപ്പം അദ്ദേഹം ആയതുകൊണ്ട് മാത്രമല്ലേ അങ്ങനൊരു ധൈര്യം വന്നത് എന്ന് ചോദിച്ചാൽ അത് ശരിയല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ, അല്ലെ? പോകാൻ സാധിക്കുള്ളൂ. ജാസി ഗിഫ്റ്റ് സാർ ആണെങ്കിലും, ജാസി ഗിഫ്റ്റ് സാറും മറ്റവരും തമ്മിൽ ഒരു കമ്പാരിസന്റെ ഇവിടെ ആവശ്യമില്ല. സാറും വളരെ പ്രസിദ്ധനായ ഒരു ഗായകനല്ലേ, നമ്മൾ എന്തിനാണ് കമ്പയർ ചെയ്യുന്നത്? സാറും ഇതാണ് പ്രിൻസിപ്പലിന് പറയാനുള്ള ഭാഗം ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതിൽ ഞാൻ വിചാരിക്കുന്നത്, കൃത്യമായി നമ്മളൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളും അറിയിക്കേണ്ടതാണ്. ഈ പറയുന്ന റൂൾസോ കാര്യങ്ങളോ ഒക്കെ ഇതിനു മുമ്പ് താങ്കൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഏതെങ്കിലും ഒരു ഷോയിൽ ഏതെങ്കിലും ഒരു കോളേജിൽ പോയിട്ട് ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം ആദ്യമായിട്ട് ഒരു അനുഭവം ഉണ്ടാകുന്നത് ഇതാണ്. ഈ കാര്യങ്ങളെ കുറിച്ച് കുട്ടികൾ എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല. ഇപ്പൊ ആക്ച്വലി ടീച്ചറിന്റെ പ്രഷർ എനിക്ക് ആക്ച്വലി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോഴ് നമ്മൾ ആക്ച്വലി ഈ കഴിഞ്ഞ സംഭവങ്ങളെല്ലാം നമ്മൾ എടുത്തുകൊണ്ട് നമ്മളെപ്പോഴും അറിയാലോ. ഇപ്പം ഞാന് പാടുന്ന പാട്ടുകളെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു സജിൻ ജയര എന്ന് വെച്ചാൽ പയ്യൻ എന്റെ കൂടെ ഈ ഒറിജിനൽ റെക്കോർഡിലും പുള്ളി തന്നെയാണ് പാടിയിരിക്കുന്നത്. അപ്പൊ പുള്ളി പാടിയത് എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനും ഇല്ലെങ്കിൽ സാധാരണ അറിയാലോ. ഇപ്പം നമുക്ക് എക്സാമ്പിൾ സോങ്സ് ഞാൻ പറയുന്നില്ല. ഇപ്പം അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പാടുന്ന പാട്ട് അത് മാത്രമല്ലല്ലോ, നമ്മുടെ ഒരു ജോൺറെ വേറെയാണ്. അപ്പൊ അത് കാരണം എപ്പോഴും മൾട്ടിപ്പിൾ ആർട്ടിസ്റ്റുകൾ നമ്മുടെ കൂടെ കാണാം. അതിപ്പോ ബാക്ക് സ്റ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ നമ്മുടെ കൂടെ എപ്പോഴും പാടാനും കോസിംഗേഴ്സ് കാണും. ഇപ്പോഴേ ഇതിൽ എനിക്ക് തോന്നി, ഇപ്പം ഒരാള് പാടിയാലും രണ്ടുപേര് പാടിയാലും പ്രശ്നം ഒരാള് പാടിയാലും ഉണ്ടാവാമല്ലോ, രണ്ടുപേര് പാടിയാലും ഉണ്ടാവില്ല. അതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ടീച്ചറിന്റെ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം എന്താണ് അങ്ങനെ സംഭവിച്ചു പോയത് നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഇതിലിപ്പം താങ്കൾ പറഞ്ഞതുപോലെ ഒരാളോ രണ്ടാളോ, ഇപ്പൊ നമുക്കറിയാം വലിയ പാർട്ടീസൊക്കെ ഒരു ഒറ്റ DJ നിന്നിട്ടാണ് അത്രയും ആളുകളെ ഇളക്കി മറിക്കുന്നത്. അപ്പം അതിലല്ല കാര്യം. അത് നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു? ഇപ്പൊ കോളേജിന്റെ ഭാഗത്തല്ലേ ആ ഉത്തരവാദിത്തം ക്ഷണിക്കപ്പെടുന്ന അതിഥി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ.
അതാണ്. അപ്പൊ ഇപ്പൊ എന്നെ ഇപ്പോഴും ഒരു കോളേജിൽ വിളിക്കുകയാണെങ്കിൽ അപ്പൊ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു 4-5 പാട്ട് പാടുക എന്റെ കടമയാണ്. അത് കേൾക്കാനാണ് വിളിക്കുന്നത്. അതിപ്പോ ഞാന് പെർഫോം ചെയ്യുക, അത് എങ്ങനെ വേണോ പെർഫോം ചെയ്യാമല്ലോ എന്നൊരു സംഭവമാണ് ഞാൻ എന്റെ മനസ്സിൽ എപ്പോഴും കാണുന്നത്. അതാണ് ഇതിലെ സംഭവം. ഇതിലിപ്പം നമ്മൾ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ നമുക്കറിയാം എത്രത്തോളം ആരാധകർ താങ്കൾക്ക് ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് താങ്കൾക്ക് തന്നെ വ്യക്തമായിട്ടൊരു ധാരണയുണ്ട്. അപ്പം അത്രയും ആളുകളോട് ഇപ്പം വലിയ രീതിയിൽ ഈ പ്രിൻസിപ്പലിനെതിരെയൊക്കെ വലിയ ആക്രമണമൊക്കെ നടക്കുന്നുണ്ട്. അവിടെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു, സ്വാഭാവികമായിട്ടും ആർക്കുണ്ടാകുന്ന വികാരമാണ്. പക്ഷേ കേരളത്തിൽ ഈ സംഭവം ഇല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ കലാകാരന്മാർക്കിടയിൽ ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്, അതിന് എന്ത് ന്യായമോ പ്രിൻസിപ്പളോ ഇല്ലെങ്കിൽ വേറെ ഇനി ആരെങ്കിലും ചെയ്യുകയാണെങ്കിലും അവർ പറഞ്ഞാലും അതിന് ന്യായീകരിക്കാൻ കഴിയില്ലല്ലോ. അത് അവസാനിപ്പിക്കേണ്ടേ? കലാകാരന്മാരെ അപമാനിക്കുന്ന രീതി അതത്ര ശരിയല്ലല്ലോ നമ്മുടെ നാട്ടിൽ. തീർച്ചയായിട്ടും ഒത്തിരി ആർട്ടിസ്റ്റുകളുടെ സംഘടനകളിൽ നിന്നും പേഴ്സണലായിട്ട് മ്യൂസീഷ്യൻസും എല്ലാം ഇപ്പോഴ് എനിക്ക് നടന്നത് അവരെല്ലാം വളരെ പേഴ്സണലായിട്ട് കണ്ടിട്ട് അവർക്ക് ഇത് എന്താണ് അവരാണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളതൊക്കെ അവരെന്നോട് പ്രകടിപ്പിച്ചായിരുന്നു. അപ്പൊ ഈ ഒരു സംഭവം ആർട്ടിസ്റ്റുകൾക്ക് ഒരു ബഹുമാനം തീർച്ചയായിട്ടും ആവശ്യം തന്നെയാണ്. അതിൽ പോപ്പുലർ ആണോ പോപ്പുലർ അല്ലാത്തതോ എന്നുള്ളതല്ല കാര്യം. ആർട്ടിസ്റ്റിന് എപ്പോഴും ഒരു ബഹുമാനം എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പിന്നെ ഈ പറയുന്നത് പോലെ പലപ്പോഴും ആർട്ടിസ്റ്റുകള് അറിയാലോ പെട്ടെന്നായിരിക്കും ഒരു ഒറ്റപ്പെടൽ ഉണ്ടാകുന്നത്. അപ്പൊ അതിനകത്തൊക്കെ മാറ്റി നിർത്താൻ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യം തന്നെയാണ്. ഇവിടെ ഈ മൈക്ക് തട്ടിപ്പറിക്കൽ ഇപ്പം നമുക്കറിയാം. കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയാം. അവിടെ അതായത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നിന്നു പോകുന്ന, അത് എന്തൊക്കെ ടെക്നിക്കൽ കാരണമാണോ ഇല്ലെങ്കിൽ മനുഷ്യന്റെ ഇടപെടലാണോ എന്നുള്ളതല്ല, അത് നിന്നു പോവുക എന്ന് പറയുന്നത് കലാകാരന്മാരെ സംബന്ധിച്ച് എത്ര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് അറിയാം. അപ്പം അങ്ങനൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ കൂടി, അതായത് ഇത്തരം സംഭവങ്ങൾ നിയമമുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, എല്ലാം മനസ്സിലാക്കുന്നു. പക്ഷേ ഇത് ഉണ്ടാകാതിരിക്കാൻ കൂടി ഇങ്ങനെയുള്ള സംഘാടകർ, ഇല്ലെങ്കിൽ കോളേജാണോ മറ്റെന്തെങ്കിലും ക്ലബിന്റെ പരിപാടിയാണെങ്കിലും ഇവർ കൂടി ശ്രദ്ധിക്കേണ്ടതില്ലേ? അപ്പം ഇതൊരു പാഠമായിട്ട് എടുക്കാനാണോ? എങ്ങനെയാണ് താങ്കൾ ഇതിനെ ഇനി കാണുക? ഇതിൽ നിന്നും നമുക്ക് പല പല കാര്യങ്ങളിലേക്ക് നമ്മുടെ ഫോക്കസ് പോകേണ്ട ആവശ്യമുള്ളതായിട്ട് ഞങ്ങളുടെ മ്യൂസീഷ്യൻസ് ഗ്രൂപ്പ് ആണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്തു. അത് പല രീതിയിലുണ്ട്. കാര്യം നമ്മുടെ പെർഫോമൻസിന്റെ സൈഡിലാണെങ്കിലും ഇല്ലെങ്കിൽ കോളേജുകളിൽ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ മാനേജ്മെന്റ്, പക്ഷെ ഇത് കോളേജ് മാത്രമല്ല, നമുക്ക് എല്ലാ വെന്യൂവും എടുക്കാം. സാധാരണ നമ്മൾ ഇപ്പൊ അറിയാലോ ഉത്സവങ്ങളുടെ സീസണാണ്. അപ്പൊ നമ്മള് വലിയ സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ഇടയ്ക്ക് വന്ന് ഇന്റർഫിയർ ചെയ്യുന്ന ഒത്തിരി മാറ്റേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ ഒരു നിയമം വഴിയുള്ള കൺട്രോൾ എപ്പോഴും നമുക്ക് അതിന് ഭാഗികമായിട്ട് മാത്രമേ നടപ്പാക്കാൻ പറ്റൂ. ബാക്കിയെല്ലാം ഈ പറയുന്നത് പോലെ കാണുന്നവരുടെ കയ്യിലായിട്ടാണ് നമുക്ക് എപ്പോഴും തോന്നുന്നത്. ബേസിക് ആയിട്ട് ഓൾറെഡി ഒരു ബേസിക് നിയമം ഉണ്ട് താനും. അത് നമ്മൾ എല്ലാവരും അനുസരിച്ചാൽ നല്ലതായിരിക്കാം. ശരി, വളരെ നന്ദി ഞങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് ശ്രീ ജാസി ഗിഫ്റ്റ്. പ്രിൻസിപ്പലിനും നന്ദി. ഈ വിഷയത്തിൽ വ്യക്തമായി ആളുകൾക്ക് വളരെ തെറ്റിദ്ധാരണയുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത്. കാരണം ഒരു കലാകാരനാണ്, അദ്ദേഹത്തോട് ഇങ്ങനെ മൈക്ക് വാങ്ങുന്നത്, അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ തടസ്സപ്പെടുത്തുന്നതൊക്കെ വലിയ ചർച്ചയാകും നമ്മുടെ നാട്ടിൽ എന്നുള്ളത് ഉറപ്പാണ്. കാരണം കലാകാരന്മാരെയൊക്കെ അത്രയും അടുത്ത് നിർത്തിയിരിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. അപ്പോൾ അതിൽ കൃത്യമായ വിശദീകരണം നൽകിയതിന്, താങ്കൾ അതിലെ ഖേദം പ്രകടിപ്പിച്ചതിനും നന്ദി. ഗായിക രാജലക്ഷ്മി നമ്മളോടൊപ്പം വീണ്ടും ചേരുകയാണ്. രാജലക്ഷ്മി, ഇതാണ് അതിന്റെ ഒരു ചിത്രം മനസ്സിലായല്ലോ, എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് പ്രിൻസിപ്പൽ പറഞ്ഞു. ശ്രീ ജാസി ഗിഫ്റ്റ് എങ്ങനെയാണ് ഇതിൽ അദ്ദേഹത്തിന്റെ ഒരു നില, നമുക്കറിയാം അത്രയും അടുപ്പമുള്ള മനുഷ്യനായതുകൊണ്ട് നമുക്ക് അദ്ദേഹം എന്തായിരിക്കും പറയാന്നുള്ളത് താങ്കൾക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും നേരത്തെ തന്നെ. അപ്പം ഇത് കലാകാരന്മാർക്കിടയിൽ ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അപ്പൊ ഇപ്പൊ വരുന്ന പ്രതികരണങ്ങളെല്ലാം ഇത് പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു പെർഫോമൻസിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. പക്ഷേ ഈ വിഷയത്തിൽ അത് ജാസി ഗിഫ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന അതാണ്, ജാസി ഗിഫ്റ്റ് ആയതുകൊണ്ട് മാത്രമല്ലേ അങ്ങനെ ധൈര്യത്തോടെ സ്റ്റേജിൽ കയറി ആ മൈക്ക് വാങ്ങി അതേ മൈക്കിൽ സംസാരിക്കാൻ ധൈര്യം കാണിച്ചത്? അല്ല, നമ്മള് ആദ്യമേ പറയുമ്പോ ജാസി ചേട്ടനെ പോലെ ഒരു ആളെന്നുള്ളതും കൂടി വരുന്നു. ജാസി ചേട്ടനെ എല്ലാവരും അതോടും വളരെ നല്ല രീതിയിൽ ഇതുവരെ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും ജാസി ചേട്ടനെ കുറിച്ച് നമ്മൾ പരിപാടി നടത്തുന്നവരോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരാളാണ് അദ്ദേഹം. അങ്ങേയറ്റം മര്യാദയോട് കൂടെ പെരുമാറുന്ന ആളാണ്.
അദ്ദേഹം അങ്ങനെ ചെയ്തു. അതുപോലെ ഇങ്ങനെ ഒരു പ്രവൃത്തി എന്താ പറയാ, മറ്റ് പ്ലേബാക്ക് സിംഗേഴ്സ് ആണെങ്കിലും നല്ല ഒരു രീതിയിൽ തന്നെ അവരും പ്രതികരിക്കുന്നത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാരണം അത്രയ്ക്ക് ഒരു വളരെ എന്താ പറയാ, ഞങ്ങൾക്കൊക്കെ സങ്കടം തോന്നി. ഇപ്പൊ ഒരുപാട് ഞങ്ങളൊക്കെ ഒരുപാട് യൂണിയന്റെ ഭാഗമാണ്. ഇപ്പൊ ഞാൻ സമം എന്ന പിന്നണി ഗായകരുടെ കൂട്ടായ്മയെ പ്രതിനിധീകരിക്കുന്നു. അദ്ദേഹം ഫെഫ്ക മ്യൂസീഷ്യൻസ് യൂണിയനാണ്. അപ്പൊ എല്ലാ യൂണിയൻസും ഇതിനെ വളരെ കാര്യമായിട്ടാണ് ഈ ഒരു സംഭവത്തെ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇതിപ്പം കോളേജിൽ നടന്ന കാര്യം, അതുപോലെ ഞങ്ങൾക്ക് പബ്ലിക്കായിട്ട് പെർഫോം ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും ആർട്ടിസ്റ്റുകളെ, പാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല സാഹചര്യങ്ങളിലൂടെ നമുക്കൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഐ ഓപ്പണർ പോലെ നമ്മൾ കൂടുതൽ ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒന്നും എന്താ പറയാ, ഈ കുറച്ച് മര്യാദയും എത്തിക്സ് ഒക്കെ ഉണ്ടല്ലോ. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ജാസ് ചേട്ടൻ ആദ്യമേ പറഞ്ഞത് തന്നെ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് ഇപ്പോഴും പറയും. കാരണം ആ കാര്യമൊന്നുമല്ല, അങ്ങനെ ഒരു പാട്ടിന്റെ ഇടയിൽ വന്ന് ടീച്ചർ പറഞ്ഞ അതൊരു മര്യാദയായില്ല എന്നുള്ളതിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഉറച്ചു നിൽക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട്, അതിന്റെ ഒരു പാട്ടിന്റെ ഇടയ്ക്ക് ടീച്ചർ വന്ന് മൈക്ക്, ഇപ്പൊ ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ കുട്ടികള് ക്രൗഡ് കുറച്ച് ഇളകിയിട്ട് പിള്ളേരോ അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് കയറി വന്ന് മൈക്ക് പിടിക്കാൻ നമ്മൾ മൈക്ക് കൊടുക്കില്ല, നമ്മൾ മാറി. പക്ഷെ ടീച്ചർ വരുമ്പോ നമ്മൾ പെട്ടെന്ന് ഇത് എന്താണ് നമ്മൾ കൊടുക്കും, നമുക്കത് അയ്യോ എനിക്ക് തരാൻ പറ്റില്ല എന്ന് അങ്ങനെ കൈ വെട്ടിക്കാൻ പറ്റില്ല. ടീച്ചർ വന്ന് വിളിക്കണം, പ്രിൻസിപ്പളാണോ ഒന്ന് മേടിക്കുന്നത്, നമ്മള് അത് എന്താണാവോ ഇനി വല്ലതും വല്ല അഹിതം സംഭവിച്ചു. പക്ഷെ ഇത് ഇങ്ങനെ ഒരു സംഭവം അനൗൺസ് ചെയ്യേണ്ടത് ഒരു പാട്ടിന്റെ ഇടയിലല്ല വന്ന് ചെയ്യേണ്ടത്. എന്തായാലും ഇത് ആവർത്തിക്കാതിരിക്കട്ടെ, നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇങ്ങനെ ഉണ്ടാവില്ല കലാകാരന്മാർക്കെതിരെ എന്ന്. നന്ദി രാജലക്ഷ്മി പ്രതികരിച്ചതിന്.